ആര്യ ഉണ്ണികൃഷ്ണൻ. ഞാൻ ഇന്നെടുക്കുന്നത് കെമിസ്ട്രിയിലെ ക്രോമറ്റോഗ്രഫി എന്ന് പറയുന്ന ഒരു ടെക്നിക്കിനെ കുറിച്ചാണ്. അതിൻ്റെ ഇൻട്രൊഡക്ഷനും ക്ലാസിഫിക്കേഷൻസും പിന്നെ ചില ക്രോമറ്റോഗ്രാഫി ടെക്നിക്കുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ക്രോമറ്റോഗ്രഫി ഞാൻ പറഞ്ഞു അതൊരു ടെക്നിക്കാണെന്നുള്ളത് അല്ലേ. ഇതെന്തിനായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാകുക? ഒരു മിക്സ്ചറിനെ സെപ്പറേറ്റ് ചെയ്യാനാണ് അത് യൂസ് ചെയ്യുന്നത് കൂടുതലും. മിക്സ്ചർ എന്താ? ഡിഫറെൻറ്റ് കോമ്പൗണ്ടുകളാണ്. അപ്പം എന്താ പറയുക? മിക്സ്ചറിനെ സെപ്പറേറ്റ് ചെയ്യുക, അതായത് ഈ കോമ്പൗണ്ടുകളെ വേർതിരിക്കാനും അതുപോലെ തന്നെ അവ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനും ഏതാണെന്ന് കണ്ടുപിടിക്കാനും ഒക്കെയാണ് നമ്മൾ ക്രോമറ്റോഗ്രഫി യൂസ് ചെയ്യുക. സെപ്പറേഷനും ഐഡന്റിഫിക്കേഷനും. അല്ലാതെയും യൂസ് ചെയ്യുന്നത് ചില പ്യൂരിഫിക്കേഷൻ പർപ്പസുകളിലും നമ്മൾ ഈ ക്രോമറ്റോഗ്രഫി യൂസ് ചെയ്യാറുണ്ട്. ഇനി ക്രോമറ്റോഗ്രഫി എന്ന് കേട്ടുകഴിഞ്ഞാൽ എപ്പോഴും മനസ്സിൽ വരേണ്ട ഒരു കാര്യമാണ്, അതിന് 2 ഫേസുകളുണ്ട്. അത് ഏത് ക്രോമറ്റോഗ്രഫിക് ടെക്നിക്കായാലും ഇതിന് 2 ഫേസുകളുണ്ട്. ഒന്ന് മൊബൈൽ ഫേസും രണ്ടാമത്തത് സ്റ്റേഷനറി ഫേസുമാണ്. മൊബൈൽ ഫേസ് ആ വേർഡിൽ തന്നെ വരുന്നുണ്ട്. മൂവബിൾ ആയിട്ടുള്ള ഫേസാണ് മൊബൈൽ ഫേസ്. രണ്ടാമത് എന്താ പറഞ്ഞത്? സ്റ്റേഷനറി ഫേസാണ്. സ്റ്റേഷനിൽ എന്താ എപ്പോഴും വണ്ടി നിർത്തിയിടില്ലേ? സോ മൂവ് ചെയ്യാത്ത ഫേസാണ് സ്റ്റേഷനറി ഫേസ്. ഇവർ രണ്ടുപേരും മൊബൈൽ ഫേസും സ്റ്റേഷനറി ഫേസും നോൺ റിയാക്റ്റീവും ഇൻവിസിബിളും ആണ്. ഇൻവിസിബിൾ എന്ന് പറഞ്ഞാൽ കൂടി യോജിക്കില്ല. ഇനി ഇവരുടെ ക്ലാസിഫിക്കേഷൻ ഒന്ന് നോക്കാം. ക്രോമറ്റോഗ്രഫി നമുക്ക് മെയിൻലി 2 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തത് ഈ പറഞ്ഞ ഫേസുകളുടെ ഫിസിക്കൽ സ്റ്റേറ്റിനെ കുറിച്ചിട്ടാണ്. ഫിസിക്കൽ സ്റ്റേറ്റ് അതെന്താപ്പാ അല്ലേ? ഫിസിക്കൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സോളിഡ്, ലിക്വിഡ്, ഗ്യാസുകളാണ്. അപ്പൊ അവരെ നോക്കിയിട്ട് ഫേസുകളുടെ ഫിസിക്കൽ സ്റ്റേറ്റ് നോക്കിയിട്ടാണ് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ. ഇപ്പൊ പഠിക്കാൻ എളുപ്പത്തിന് ഞാൻ പറഞ്ഞുതരാം. മൊബൈൽ ഫേസ് പറഞ്ഞു മൂവബിൾ ആയിട്ടുള്ള ഫേസ് ആണ് അല്ലേ. മൂവബിൾ ഫേസിൽ ഏത് ഫിസിക്കൽ സ്റ്റേറ്റ് ആയിട്ടും വരാത്തത്? ഗ്യാസ്, ലിക്വിഡ് മൂവ് ചെയ്യുന്നതാ. സോളിഡ് അങ്ങനെ മൂവ് ചെയ്യോ? ഇല്ല. ഒരു സ്ഥലത്ത് വെച്ച് അത് അവിടെ ഇരിക്കില്ലേ. അപ്പോൾ മൊബൈൽ ഫേസിൽ സോളിഡ് വരില്ല. അപ്പൊ സ്റ്റേഷനറി ഫേസിലോ? സോളിഡ്, ലിക്വിഡ് ഓക്കെ. ഗ്യാസ് ഒരു സ്ഥലത്ത് ഇങ്ങനെ പിടിച്ചു നിൽക്കൂ? ഇല്ല. അപ്പോൾ ഗ്യാസ് എന്താ സ്റ്റേഷനറി ഫേസിലും വരില്ല. അങ്ങനെ നമുക്ക് നോക്കിയപ്പോൾ 4 ടൈപ്പ് ക്രോമറ്റോഗ്രഫി കിട്ടി. ഈ മൊബൈൽ ഫേസിനെ വെച്ചിട്ടാണ് നമ്മളിപ്പോഴും ക്രോമറ്റോഗ്രഫി പറയാം കേട്ടോ. അപ്പോൾ മൊബൈൽ ഫേസ് ഞാൻ പറഞ്ഞു ഗ്യാസും ലിക്വിഡും ആണ് വരാണ്. അപ്പോൾ ഗ്യാസ് ആണെങ്കിൽ അത് ഗ്യാസ് ക്രോമറ്റോഗ്രഫിയാണ്, ലിക്വിഡ് ആണെങ്കിൽ അത് ലിക്വിഡ് ക്രോമറ്റോഗ്രഫിയാണ്. ഇനി സ്റ്റേഷനറി ഫേസിനെ കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണമല്ലോ. മൊബൈൽ ഫേസ് ഗ്യാസ്, അപ്പോൾ സ്റ്റേഷനറി ഫേസ് ഏതൊക്കെ വരാം? ലിക്വിഡും വരാം, സോളിഡും വരാം. ലിക്വിഡ് ആണെങ്കിൽ അത് ഗ്യാസ് ലിക്വിഡ് ക്രോമറ്റോഗ്രഫിയാണ്, സോളിഡ് ആണെങ്കിൽ അത് ഗ്യാസ് സോളിഡ് ക്രോമറ്റോഗ്രഫി. ഇനി ഞാൻ പറഞ്ഞു മൊബൈൽ ഫേസ് ലിക്വിഡ് വരാം. അപ്പൊ സ്റ്റേഷനറി ഫേസ് വീണ്ടും ലിക്വിഡും സോളിഡും തന്നെ വരല്ലോ. ലിക്വിഡ് ആണെങ്കിൽ, അതായത് മൊബൈൽ ഫേസ് ലിക്വിഡും സ്റ്റേഷനറി ഫേസ് ലിക്വിഡ് ആണെങ്കിൽ അത് ലിക്വിഡ് ക്രോമറ്റോഗ്രഫി. ഇനി മൊബൈൽ ഫേസ് ലിക്വിഡ് ആണ്, സ്റ്റേഷനറി ഫേസ് സോളിഡ് ആണെങ്കിലോ ലിക്വിഡ് സോളിഡ് ക്രോമറ്റോഗ്രഫി. ആദ്യത്തെ ബേസിസ് കിട്ടിയല്ലോ. ഇനി രണ്ടാമത്തത് അതിന്റെ മെക്കാനിസത്തിൽ ഉള്ള നോക്കിയിട്ട്, അതായത് മെക്കാനിസം എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ ഇതിന്റെ ശരിക്കും പ്രിൻസിപ്പിൾ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം പാർട്ടീഷനും അഡ്സോർപ്ഷനും ആണ്. ഇതും എളുപ്പമാണ് പഠിക്കാൻ. അഡ്സോർപ്ഷൻ ആണ് ഞാൻ ആദ്യം എടുക്കുക. ലിക്വിഡും സോളിഡും ഇത് നമുക്ക് എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യാം? ജസ്റ്റ് ഒരാളെ അഡ്സോർബ് ചെയ്തെടുത്താൽ മതി അല്ലേ. കാരണം സോളിഡ് അഡ്സോർബ് ചെയ്ത് വരില്ല, ലിക്വിഡ് മാത്രമേ വരുള്ളൂ. അപ്പൊ ലിക്വിഡ് സോളിഡ് നോക്കുമ്പോൾ ലിക്വിഡ് സോളിഡ് ക്രോമറ്റോഗ്രഫി അഡ്സോർപ്ഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ഗ്യാസ് സോളിഡും അഡ്സോർപ്ഷൻ ആയിരിക്കുമല്ലോ. ഗ്യാസ് സോളിഡ് ക്രോമറ്റോഗ്രഫിയും അഡ്സോർപ്ഷൻ ആയിരിക്കും. ഗ്യാസ് അഡ്സോർബ് ചെയ്താൽ മതി, ഗ്യാസ് അഡ്സോർബ് ചെയ്യാം, സോളിഡ് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ സോളിഡ് സ്റ്റേഷനറി ഫേസ് ആയിട്ട് വരുവാണെങ്കിൽ അതൊക്കെ അഡ്സോർപ്ഷൻ ആണ് കാണിക്കുക. പകരം ലിക്വിഡ് വരികയാണെങ്കിലോ ലിക്വിഡ് ക്രോമറ്റോഗ്രഫിയിൽ അഡ്സോർപ്ഷൻ നടക്കും? ഇല്ല. അപ്പൊ ലിക്വിഡ് വരുമ്പോൾ പാർട്ടീഷനാണ് അവിടെ നടക്കുക. അതുപോലെ തന്നെ ഗ്യാസ് ലിക്വിഡ് വന്നാലും അവിടെയും പാർട്ടീഷനാണ് നടക്കുക. ഇനി ഇത് കൂടാതെ ഒരാളും കൂടിയുണ്ട്, അയൺ എക്സ്ചേഞ്ച് ക്രോമറ്റോഗ്രഫി. ഇവിടെ എന്ന് പറഞ്ഞാൽ റെസിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ സെപ്പറേഷൻ നടത്തുക. പിന്നെ ഇതിൽ പെടാത്തത് എന്ന് പറയാൻ പറ്റില്ല, വേറൊരു ടൈപ്പാണ് പ്ലാനാർ ക്രോമറ്റോഗ്രഫി. ഈ പ്ലാനാർ ക്രോമറ്റോഗ്രഫിയിൽ വരുന്ന ഒരാളാണ് പേപ്പർ ക്രോമറ്റോഗ്രഫിയും അതുപോലെ തന്നെ തിൻ ലെയർ ക്രോമറ്റോഗ്രഫി. ഇതിൽ ഈ പേപ്പർ ക്രോമറ്റോഗ്രഫി നമ്മൾ ലാബിൽ പ്രാക്ടിക്കൽസ് ചെയ്യുന്നതാണ്. പേപ്പർ ക്രോമറ്റോഗ്രഫി പാർട്ടീഷനാണ് നടത്താറ്. തിൻ ലെയർ മിക്കതും അഡ്സോർപ്ഷൻ നടത്തും, പക്ഷെ ചില സമയങ്ങളിൽ പാർട്ടീഷനും കാണിക്കുന്ന കണ്ടിട്ടുണ്ട്.
ഇപ്പം നമ്മൾ ക്ലാസിഫിക്കേഷൻ പഠിച്ചു, 2 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി ഒരു ടെക്നിക്ക്, ക്രോമറ്റോഗ്രാഫിക് ടെക്നിക്കാണ് പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ടെക്നിക്കാണ് കോളം ക്രോമറ്റോഗ്രാഫി. ആ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് ആ സാധനത്തിന്റെ സെറ്റപ്പ് കണ്ടുപിടിക്കാം. കോളമാണ്. അപ്പൊ എന്തായിരിക്കും? ഒരു ട്യൂബോ അങ്ങനെ എന്തെങ്കിലും ട്രാപ്പ് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു സംഗതിയായിരിക്കും. അപ്പൊ ഇവിടെ ഒരു നാരോ ട്യൂബാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ പറഞ്ഞെന്താ, ക്രോമറ്റോഗ്രാഫി എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും 2 ഫേസുകൾ ഉണ്ട്. ഓക്കെ, അപ്പൊ സ്റ്റേഷനറി ഫേസ് എപ്പോഴും സ്റ്റോപ്പ് ചെയ്ത് മൂവ് ചെയ്യാതിരിക്കണം. അപ്പൊ അവർ ആദ്യം എന്ത് പിടിച്ചിടുക? ഈ കോളത്തിനുള്ളിൽ ഇങ്ങോട്ട് പിടിച്ചിട്ടു. കോളത്തിനുള്ളിലിട്ടിരിക്കുകയാണെ ഇനി അവരത് മൂവ് ചെയ്യില്ല. അതിന്റെ മുകളിൽ എന്ത് ചെയ്യുക? സാമ്പിളും വെക്കുക. സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിക്സർ. ഇപ്പോൾ അസ്യൂം ചെയ്യുക ഈ മിക്സ്ചറിൽ AB എന്ന് പറഞ്ഞിട്ടുള്ള 2 കോമ്പൗണ്ടാണ് ഉള്ളത്. അപ്പൊ AB കോമ്പൗണ്ട് ഉള്ള ഈ മിക്സ്ചറാണ് ഈ സാമ്പിളിൽ ഇരിക്കുന്നത് കേട്ടോ, ഇവിടെ ഇരിക്കുന്നത്. ഇനി എന്ത് ചെയ്യണം? അതിന് മൂവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? മൊബൈൽ ഫേസ് വേണം. സോ അതിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്തു? മൊബൈൽ ഫേസും പ്ലേസ് ചെയ്തു. ഇതിൽ ഒന്ന് നോക്കണം, കാരണം സ്റ്റേഷനറി ഫേസ് 2 ടൈപ്പ് വരും എന്ന് പറഞ്ഞു. സോളിഡും വരാം, ലിക്വിഡും വരാം. സോളിഡ് ആണെങ്കിൽ അഡ്സോർപ്ഷൻ മെത്തേഡും ലിക്വിഡ് ആണെങ്കിൽ പാർട്ടീഷൻ മെത്തേഡാണ് നടക്കുക. ഇനി സോളിഡ് അഡ്സോർബൻ്റ് ആണെങ്കിൽ സിലിക്ക ജെല്ലും ഗ്ലൂക്കോസും യൂസ് ചെയ്യും. ലിക്വിഡ് അഡ്സോർബൻ്റ് ആണെങ്കിലോ സെല്ലുലോസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഇനി ഇതിന്റെ സെറ്റപ്പ് ഞാൻ പറഞ്ഞല്ലോ, നാരോ ട്യൂബിൽ സ്റ്റേഷനറി ഫേസ് ഫിൽ ചെയ്തു, സാമ്പിൾ AB, സാമ്പിൾ കോമ്പൗണ്ട് AB ഉള്ളത് മുകളിൽ വെക്കുന്നു, മൊബൈൽ ഫേസ് വെക്കുന്നു. ഗ്രാവിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോഴ്സ് കാരണം മൊബൈൽ ഫേസ് സാമ്പിളിന്റെ കൂടെ താഴോട്ട് ഇറങ്ങും, സ്റ്റേഷനറി ഫേസിന്റെ മുകളിലൂടെ ഒഴുകും. ഇതിലിവിടെ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇതിങ്ങനെ സെപ്പറേറ്റ് ചെയ്യണമെന്ന് അറിയണം. ചുമ്മാ സാമ്പിൾ ഒഴുകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. ഈ സ്റ്റേഷനറി ഫേസും അതുപോലെ നമ്മുടെ മിക്സ്ചർ അല്ലെങ്കിൽ ആ സാമ്പിളിലുള്ള കോമ്പൗണ്ടുകളും തമ്മിൽ ഒരു ഇന്ററാക്ഷൻ ഉണ്ടായിരിക്കും. അതിന് അഡ്സോർപ്ഷൻ എന്നുള്ള ടേമാണ് നമ്മൾ യൂസ് ചെയ്യുക. അഡ്സോർബിങ് പവർ ആണ് അവിടെ നോക്കേണ്ടത്. ഈ സ്റ്റേഷനറി ഫേസും കോമ്പൗണ്ട് തമ്മിൽ ഒരു അഡ്സോർബിങ് പവർ ഉണ്ടായിരിക്കും അവിടെ. ഇപ്പൊ എക്ക് അഡ്സോർബിങ് പവർ കുറവാണെങ്കിൽ എന്തായിരിക്കും? അവരാദ്യം ഇറങ്ങിപ്പോവും അല്ലേ? അവിടെ നമ്മൾ വീക്ക് ഇന്ററാക്ഷൻ ആണെന്നും വേണമെങ്കിൽ പറയാം. 2 സെയിം ആണ്, അഡ്സോർബ് ചെയ്യുന്നില്ല, സോ ഇന്ററാക്ഷൻ ഇല്ല, അവരാദ്യം ഇറങ്ങിപ്പോവും. പക്ഷെ B എന്നുള്ള കോമ്പൗണ്ട് എന്താ? കുറച്ചുകൂടെ സ്ട്രോങ് ആണ്, സ്ട്രോങ് ഇന്ററാക്ഷൻ ഉണ്ട്, അഡ്സോർബിങ് പവർ അവർക്ക് കൂടുതലാണെന്ന് വിചാരിക്കും. അവരെന്തായിരിക്കും? സ്റ്റേഷനറി ഫേസുമായിട്ടൊരു ഇന്ററാക്ട് ചെയ്തിട്ട് പതുക്കെ ഇറങ്ങി വരുള്ളൂ. അപ്പൊ നമുക്ക് 2 സെപ്പറേറ്റ് ആയിട്ട് അപ്പം തന്നെ കിട്ടി ഇല്ലേ? A എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കിട്ടി, Bയും കിട്ടി. ഇങ്ങനെ ഇത് 2 ബാൻഡുകളാണ് പറയുക. ഇതിനെ നമ്മളെപ്പോഴും ബാൻഡായിട്ടാണ് പറയുക. അപ്പൊ ഈ ബാൻഡുകൾ ഇപ്പോൾ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് 2 ബാൻഡ് കിട്ടിയിട്ടുണ്ടല്ലോ. ഈ ബാൻഡുകളെ വിളിക്കുന്ന പേരാണ് ക്രോമറ്റോഗ്രാം എന്നുള്ളത്. ഓക്കെ, ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കിട്ടുന്ന ബാൻഡുകളെ, ഡിഫറെന്റ് ബാൻഡുകളെ നമ്മൾ ക്രോമറ്റോഗ്രാം എന്നാണ് പറയുക. അപ്പൊ അഡ്സോർപ്ഷൻ പവർ വെച്ചിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഡിഫറെന്റ് ബാൻഡുകൾ കിട്ടി, അത് ക്രോമറ്റോഗ്രാം ആണ്. നോൺ പോളാർ സോൾവെന്റുകൾ എപ്പോഴും വീക്ക്ലി അഡ്സോർബേറ്റും അതുപോലെ തന്നെ പോളാർ സോൾവെന്റ് എപ്പോഴും സ്ട്രോങ് അഡ്സോർബേറ്റും ആയിരിക്കും. ഇനി നമ്മളിവിടെ നോക്കേണ്ട ഒരു വേർഡാണ് എലിയോട്രോപിക് സീരീസിനെ കുറിച്ച്. എലിയോട്രോപിക് സീരീസ് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ. സീരീസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു സാധനത്തിന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും എന്തെങ്കിലും ഓർഡറിൽ. എന്തിന്റെ ഓർഡറിലാണ് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്യൂഷന്റെ സ്ട്രെങ്ത്തിന്റെ ഓർഡറിലായിരിക്കും വെച്ചിട്ടുണ്ടാവുക. സോൾവെന്റുകളെ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ് എല്യൂഷന്റെ സ്ട്രെങ്ത് അനുസരിച്ച്. അപ്പൊ എന്തൊട്ട് എല്യൂഷൻ എന്ന് അറിയണ്ടേ? എല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താ, കോമ്പൗണ്ട് ഈ സ്റ്റേഷനറി ഫേസുമായിട്ട് ഒരു ഇന്ററാക്ട് ചെയ്തിട്ടിരിക്കുന്നുണ്ടായിരിക്കുമല്ലോ, അതിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കെമിക്കൽ പ്രോസസ്സ്, അതിനെയാണ് നമ്മൾ എല്യൂഷൻ എന്ന് പറയുന്നത്. അതൊരു കെമിക്കൽ പ്രോസസ്സാണ്, അവർ എക്സ്ട്രാക്ട് ചെയ്യാൻ മാത്രം ആവശ്യമുള്ളത്. ആ സോൾവെന്റുകളെ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്, അതിനെയാണ് എലിയോട്രോപിക് സീരീസ് എന്ന് പറയുന്നത്. സൈക്ലോഹെക്സേൻ ആണ് അതിൽ കൂടുതൽ, വാട്ടർ ആണ് ഏറ്റവും കുറവ്. ഇനി നോക്കേണ്ടത് ഇതിന് ചില ഫാക്ടേഴ്സ് ഉണ്ട്. ഫാക്ടേഴ്സും അതുപോലെ തന്നെ ഡിറ്റക്ടേഴ്സും ആണ് നോക്കുന്നത്. ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഫാക്ടർ നേച്ചർ ഓഫ് സോൾവെന്റ്. സോൾവെന്റ് ഏതാ നേച്ചർ ആണത്, പോളാർ സോൾവെന്റ് ആണോ നോൺ പോളാർ സോൾവെന്റ് ആണോ അതൊക്കെ നോക്കിയിട്ടായിരിക്കും. അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് റേറ്റ് ഫ്ലോയ്ക്ക്. അതുപോലെ തന്നെ ഈ സാമ്പിൾ ഇരിക്കുന്നത് ഒരു കോളത്തിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഇതിലുണ്ടാവുന്ന പോർസ്, അതിന്റെ റേഷ്യോ, സാമ്പിളിന്റെ റേഷ്യോ, കോളത്തിലിരിക്കുന്ന ആ റേഷ്യോ 1:20
അതുപോലെ തന്നെ 1:100 റേഷ്യോയിലാണോ ഇരിക്കുന്നത്, ആ റേഞ്ചിലുള്ള ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും അതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടാവുള്ളൂ. അതുപോലെ തന്നെ മീഷ് സൈസ്, അത് 100 തൊട്ട് 200 വരെ പാടുള്ളൂ. അതുപോലെ തന്നെ പോറിന്റെ ഡയാമീറ്റർ, പോർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റേഷനറി ഫേസിന്റെ ഉള്ളിൽ ചെറിയ ചെറിയ പോറുകൾ ഉണ്ടായിരിക്കും, അതാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഡയാമീറ്ററും അത് 170 തൊട്ട് 200 വരെ പാടുള്ളൂ. ഇനി ഇപ്പൊ നമ്മളിത് എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞു, പക്ഷെ നമ്മൾ പറയാറുണ്ട് എന്താ, സെപ്പറേഷനും ഐഡന്റിഫിക്കേഷനും ക്രോമറ്റോഗ്രാഫിയിൽ ചെയ്യുന്നുണ്ടെന്ന്. അപ്പൊ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ആര് വേണം? ഡിറ്റക്ടർ വേണം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നവരാണ് ഈ ഫ്ലെയിം അയണൈസേഷൻ ഡിറ്റക്ടറും അതുപോലെ തന്നെ കണ്ടക്ടിവിറ്റി ഡിറ്റക്ടേഴ്സ്, UV വിസിബിൾ ഡിറ്റക്ടേഴ്സ്. ഇനി അപ്ലിക്കേഷൻ ആണ് പറയുന്നത്. ക്രോമറ്റോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു 3 അപ്ലിക്കേഷൻ സുഖമായിട്ട് എഴുതാം. ഓർഗാനിക് ഇൻഓർഗാനിക് മിക്സ്ചേഴ്സിന്റെ സെപ്പറേഷൻ, ഐഡന്റിഫിക്കേഷൻ, പ്യൂരിഫിക്കേഷൻ, ഈ 3 ഈ ക്രോമറ്റോഗ്രഫി യൂസ് ചെയ്യും. അത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, അതിനാണ് ക്രോമറ്റോഗ്രഫി യൂസ് ചെയ്യുന്നത്. 3 സുഖമായിട്ട് കിട്ടി. പക്ഷെ എന്തുകൊണ്ട് കോൾ എടുക്കുന്നത് നമ്മൾ എന്ന് നോക്കണം. അമിനോ ആസിഡുകളുടെ സെപ്പറേഷൻ, അതുപോലെ തന്നെ സിസ് ട്രാൻസ് ഐസോമേഴ്സിന്റെ സെപ്പറേഷൻ, ടോട്ടോമെറിക് മിക്സ്ചേഴ്സിന്റെ സെപ്പറേഷൻ, റെസിമിക് മിക്സ്ചേഴ്സിന്റെ സെപ്പറേഷൻ ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കോൾഡൻ ക്രോമറ്റോഗ്രഫി യൂസ് ചെയ്യുന്നത്. മറ്റേത് പ്യൂരിഫിക്കേഷൻ, സെപ്പറേഷൻ, ഐഡന്റിഫിക്കേഷൻ എന്നൊക്കെ പറയുന്നത് ബേസിക് ആയിട്ടുള്ള ക്രോമറ്റോഗ്രാഫിക് ആപ്ലിക്കേഷൻ ആണെങ്കിൽ പോലും എന്തുകൊണ്ട് കോളം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. അമിനോ ആസിഡുകളെ സെപ്പറേറ്റ് ചെയ്യാം, സിസ് ട്രാൻസ് ഐസോമേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യാം, ടോട്ടോമെറിക് മിക്സ്ചേഴ്സിനെ, റെസിമിക് മിക്സ്ചേഴ്സിനെ ഒക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് കോളം ക്രോമറ്റോഗ്രാഫി. ഇനി ഒന്ന് ബ്രീഫായിട്ട് പറയാം. നമ്മൾ ആദ്യം പഠിച്ചു എന്താണ് ക്രോമറ്റോഗ്രാഫി. ക്രോമറ്റോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ടെക്നിക്കാണ്. ടെക്നിക്ക് എന്തിനാണ്? മിക്സ്ചേഴ്സിലെ കോമ്പൗണ്ടുകളെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. അതുപോലെ അവർ ഐഡന്റിഫൈ ചെയ്യാനും പ്യൂരിഫിക്കേഷനുമാണ് നമ്മൾ യൂസ് ചെയ്യാം. 2 ഫേസുകളുണ്ട്, മൊബൈൽ, സ്റ്റേഷനറി ഫേസ്. അവർ നോൺ റിയാക്റ്റീവ് ആണ്, ഇൻവിസിബിളും ആണ്. 2 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ. ഒന്നാമത്തത് ഫേസുകളുടെ ഫിസിക്കൽ സ്റ്റേറ്റിനെ പറ്റി. അപ്പൊ നമുക്ക് 4 ടൈപ്പ് ക്രോമറ്റോഗ്രഫി കിട്ടും. രണ്ടാമത്തത് എന്താ? മെക്കാനിസം ആണ്. 2 മെക്കാനിസംസ് ഉണ്ട്. അതെന്തൊക്കെയാ? പാർട്ടീഷനും അഡ്സോർപ്ഷനും. അതിൽ ആരൊക്കെ വരും നോക്കുക. അയോൺ എക്സ്ചേഞ്ച് ഉണ്ട്, പ്ലാനാർ ക്രോമറ്റോഗ്രാഫി ഉണ്ട്. പ്ലാനാറിൽ ആരൊക്കെയുള്ളത്? പേപ്പറും തിൻ ലെയറും. പിന്നെ നമ്മൾ കോളം പഠിച്ചു. കോളത്തില് എങ്ങനെയായിരിക്കും അറേഞ്ച്മെന്റ് എന്ന് നോക്കുക. മൊബൈൽ ഫേസ് ഒഴുകണം, സ്റ്റേഷനറി ഫേസ് നാരോ ട്യൂബിൽ ഉണ്ടായിരിക്കണം. സോളിഡ് അഡ്സോർബന്റ് ആണെങ്കിൽ ആര് യൂസ് ചെയ്യണം? ലിക്വിഡ് അഡ്സോർബന്റ് ആണെങ്കിൽ ആര് യൂസ് ചെയ്യണം? എങ്ങനെയാണ് അവിടെ നടക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവർ സെപ്പറേറ്റ് ചെയ്യുന്നത്? അഡ്സോർബിങ് പവർ കാരണമാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. എന്താണ് ക്രോമറ്റോഗ്രാം? ഇങ്ങനെ ഡിഫറെന്റ് ബാൻഡുകളാവുന്നതാണ് ക്രോമറ്റോഗ്രാം. എന്താണ് ഇലിയോട്രോപിക് സീരീസ്? ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് എന്താണ് അവരുടെ? അതുപോലെ തന്നെ ഡിറ്റക്ടേഴ്സ് ഏതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്? അതുപോലെ അപ്ലിക്കേഷനും എന്താണ്? ഇതാണ് നമ്മൾ ഇന്ന് സിമ്പിളായിട്ട് പഠിച്ചിട്ടുള്ളത്. താങ്ക് യു.